Hi guys, welcome to the channel. In your review mona Cloudwalker and the brand soundbar ആണ്. ഇത് 2.1 channel soundbar ആണ്. ഇതിന്റെ മോഡൽ എന്ന് പറഞ്ഞാൽ BURST E3000 ആണ് മോഡൽ നമ്പർ. പിന്നെ ഇതിന്റെ സൗണ്ട് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ 100 വാട്ട്സ് ആണ്. പിന്നെ ഇതിന്റെ കണക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ബ്ലൂടൂത്ത് ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് ഉണ്ട്, പിന്നെ ലൈൻ ഔട്ട് ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ കണക്ടിവിറ്റി. പിന്നെ ഇതിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് LED സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. അത് പല കളറിൽ കത്തും. ഏകദേശം 11 കളർ മോഡുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബോക്സിനകത്തുള്ള സാധനം നോക്കാം. അപ്പോൾ ഇതാണ് ബോക്സ് സെറ്റിംഗ് ഇങ്ങനെ ഇരിക്കുന്നത്. ഒരു സൗണ്ട് ബാർ, ഒരു സബ്വൂഫർ, ഒരു ഓക്സ് കേബിൾ, ഒരു ഓഡിയോ ജാക്ക്, ഇൻസ്ട്രക്ഷൻ മാനുവൽ, ഒരു റിമോട്ട്. ഇത് 60 വാട്ട്സിൻ്റെ ഊഫറാണ്. നമുക്കിത് താഴെ എടുത്ത് വയ്ക്കാം. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് പറയുമ്പോൾ സോഴ്സ് ബട്ടൺ, സ്റ്റാൻഡ് ബൈ ബട്ടൺ ഒന്നാണ്, അതിവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്ലേ ആൻഡ് പോസ് ബട്ടനാണ്. പിന്നെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള അപ്പ് ആൻഡ് ഡൗൺ ബട്ടനാണ്. പിന്നെ ഇതിൻ്റെ കണക്ടിവിറ്റി എല്ലാം ഇവിടെയാണ് പറഞ്ഞത്. ഇതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ ഇവിടെ ഒരു ഓക്സിൻ്റെ സപ്പോർട്ടുണ്ട്, ഒപ്റ്റിക്കൽ ഇൻ്റെ സപ്പോർട്ടുണ്ട്, ലൈനിൻ്റെ ഔട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സബ്വൂഫറിൽ പോകുന്ന കണക്ഷൻ ഇവിടുന്നാണ്, ഈ സൗണ്ട് ബാറിൻ്റെ ബാക്കിൽ നിന്നാണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു LED ഇൻഡിക്കേറ്റർ ഇട്ടുണ്ട്, റെഡും ബ്ലൂ ആയിട്ട് കത്തും. അത് സ്റ്റാൻഡ് ബൈ വയ്ക്കുമ്പോൾ റെഡും, കണക്റ്റ് ആകുമ്പോൾ ബ്ലൂ ആവും, സെർച്ച് ആകുമ്പോൾ ബ്ലൂ ലൈറ്റ് ബ്ലിങ്ക് ചെയ്ത് കത്തും. പിന്നെ റിമോട്ട് കൺട്രോളിലെ ഡീറ്റെയിൽസ് പറയുന്നത് ഓൺ ചെയ്യാനുള്ള ബട്ടണുണ്ട്, LED കളർ മാറ്റാനുള്ള ബട്ടണുണ്ട്, മ്യൂട്ട് ഓപ്ഷൻ ഉണ്ട്, ബാസ്, ട്രബിൾ, പിന്നെ വോളിയം, ട്രാക്ക് മാറ്റാനും ബോസുള്ള ബട്ടൺസ് ഉണ്ട്. പിന്നെ ഓക്സിൻ്റെ ബട്ടണുണ്ട്, ലൈനിൻ്റെ ബട്ടണുണ്ട്, ഒപ്റ്റിക്കലിൻ്റെ ബട്ടണുണ്ട്. പിന്നെ ഇക്വലൈസർ എന്നതിൻ്റെ ബട്ടണുണ്ട്, അതിൽ വെച്ച് നമുക്ക് ഇക്വലൈസർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നീട് ബ്ലൂടൂത്ത് പേരുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതാണ് എൻ്റെ റിമോട്ടിൻ്റെ ഡീറ്റെയിൽസ്. പിന്നെ ഇതിൻ്റെ LED സ്ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം 11 ഡിഫറെൻറ്റ് മോഡാണ്. ഓരോ കളറായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. ഇത് ഓഡിയോ ആയിട്ട് സിങ്കാണല്ല, ജസ്റ്റ് അതൊരു റെഡിമെയ്ഡ് പാറ്റേണാണ്. ഏത് പാട്ടിട്ടാലും ഒരേ പാറ്റേണാണ്, അല്ലാതെ ഇക്വലൈസർ എഫക്റ്റ് ഇതിനകത്തില്ല. പിന്നെ ഇതിൻ്റെ LED ഓഫ് ചെയ്ത് വയ്ക്കാൻ പറ്റത്തില്ല, അതിൻ്റെ ഒരു കളർ തന്നെ ഇട്ടേക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. നമുക്കിതിൽ പാട്ടിട്ട് നോക്കാം.
ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല സൗണ്ട് ക്വാളിറ്റിയാണ്. എരപ്പൊന്നുമില്ല. ബാസ് ആവശ്യത്തിനേ ഉള്ളൂ, അധികം ഓവർ ബാസ്സായിട്ടില്ല. ഉപയോഗിച്ച് സെബ്രോണിക്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബാസും സൗണ്ട് ക്വാളിറ്റിയും കുറവാണ്. അതിൽ ഡോൾബിയുടെ സപ്പോർട്ടുണ്ട്, ഇതിൽ ഡോൾബിയുടെ സപ്പോർട്ടില്ല. അതിൽ 3D എഫക്റ്റ് ഉണ്ട്, ഇതിൽ 3D എഫക്റ്റ് ഇല്ല. ഊഫർ 60 വാട്ട്സ് ആണ്. ബ്ലൂടൂത്ത് 5.0 ആണ് വെർഷൻ. പിന്നെ 10 മീറ്റർ വരെ റേഞ്ച് ഉണ്ട്. ഇതിൻ്റെ റിവ്യൂ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ വാങ്ങിച്ചത് 6500 രൂപയ്ക്കാണ്, ആമസോണിലാണ് വാങ്ങിച്ചത്. ഇപ്പോൾ എന്തോ 7000 രൂപയ്ക്കാണ് കിടക്കുന്നത്. ഞാനിത് മെയിനായിട്ട് വാങ്ങിച്ചതിൻ്റെ കാര്യം അതിൻ്റെ LED സ്ട്രിപ്പും പിന്നെ എൻ്റെ മുറി വയ്ക്കാൻ വേണ്ടി മാത്രമാണ്. സൗണ്ട് ക്വാളിറ്റി പറയുകയാണെങ്കിൽ ഇത് ഈ റേഞ്ചിൽ ഈ പ്രൈസിൽ വേറെ പ്രോഡക്റ്റ് കാണും. ബോർഡിൻ്റെയൊക്കെ സാധനം കിട്ടും. ഈ സെയിം പ്രൈസ് റേഞ്ചിൽ കുറച്ചുകൂടെ ക്വാളിറ്റി കൂടിയ സാധനം കിട്ടും. ഞാൻ എൻ്റെ മുറി സെറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. Alexa, off light. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.